ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പച്ചവളം എഡ്യൂക്കേഷന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിന്യൂ ചെയ്തു വരുന്ന SCRT സീരീസ് ആണ്. അപ്പൊ ഓൾറെഡി 4 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നമ്മൾ പുതിയ ക്ലാസ്സിൽ 5, 7, 9 ന്യൂ SCRTയുടെ ബുക്കുകൾ അതിന്റെ ചാപ്റ്റേഴ്സ് നമ്മൾ MCQ രൂപത്തിലാണ് പഠിക്കുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്താണ് ഡെയിലി തന്നെ ക്ലാസ്സുകൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് സോഷ്യൽ സയൻസ് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ ചാപ്റ്റർ 5ാമത്തെയാണ് ഇന്ത്യൻ സമ്പദ് ഘടന വിവിധ മേഖലകളിലൂടെ എന്നാണ്. അപ്പൊ ഓൾറെഡി ജോഗ്രഫിയുടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജോഗ്രഫിയുടെ ഒരു ലാസ്റ്റ് ചാപ്റ്ററും കൂടി വരുന്നുണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞു, 4ാമത്തെ ചാപ്റ്റർ. ഇപ്പൊ 5ാമത്തെ ചാപ്റ്റർ ആണ് എക്കണോമിക്സ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5ാം ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇത് എക്കണോമിക്സുമായി ബന്ധപ്പെടുന്ന ചാപ്റ്റേഴ്സ് ആണ്. എക്കണോമിക്സ് ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ലഭിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ് ചോദ്യം ചെയ്യുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? നമുക്കറിയാം ഓൾറെഡി PSC ചോദിക്കുന്ന എല്ലാം തന്നെ എന്താണ് പ്രസ്താവന ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്താവന വന്നിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ ABCD ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ ഇത്തരം ഓപ്ഷൻസ് ഒന്നും നിങ്ങൾക്ക് റാങ്ക് ഫയലിൽ നമുക്ക് സാധാരണ കിട്ടാറില്ലല്ലോ. അപ്പൊ അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ ഓൾറെഡി നന്നായിട്ട് വായിച്ചവർക്ക് എന്ത് ചെയ്യാൻ ഒരു നല്ല റിവിഷൻ ആയിട്ടുണ്ടാവും. സോ ഓപ്ഷൻസ് ഉണ്ട്. പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. ദ്വിതീയ മേഖലയിൽ സേവന പ്രവർത്തനം ഉൾപ്പെടുന്നു. തൃതീയ മേഖലയിൽ വ്യവസായം നിർമ്മാണം ഉൾപ്പെടുന്നു. എല്ലാ മേഖലകളും പരസ്പര ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് താഴെ പറയുന്നത് ഏതാണ് ശരി? അപ്പൊ വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ? പ്രാഥമിക മേഖലയിൽ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു. അത് തന്നെയാണ് ശരി. ഓപ്ഷൻ A ആണ് ശരി. അപ്പൊ നമുക്കറിയാം 3 മേഖലകൾ നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. അപ്പൊ അതിൽ തന്നെ പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ എന്താണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളാണ്. ദ്വിതീയ മേഖലകൾ ഏതാണ്? സേവന പ്രവർത്തനങ്ങളാണോ? അല്ലെ, തൃതീയ മേഖലയിലാണ് സേവന പ്രവർത്തനങ്ങൾ വരുന്നത്. ദ്വിതീയ മേഖല വരുന്ന ഏതാണ്? വ്യവസായവും നിർമ്മാണവും ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ദ്വിതീയ മേഖല എന്ന് പറയുന്നത് വ്യവസായവും നിർമ്മാണവും ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ധർമ്മം എന്താണ് എന്ന ക്വസ്റ്റ്യൻ ആണ്. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, വ്യവസായങ്ങൾക്ക് ധനസഹായം നൽകുക, സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പൊ ഏതാണ്? ഓപ്ഷൻ C ആണ് ഇത്. സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക. അതാണ് ഇത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ NSOയുടെ ധർമ്മം എന്നുള്ളത്. ഓക്കെ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഏത് വർഷമാണ് ഉണ്ടാക്കിയത് നിങ്ങളുടെ കമന്റ് സെക്ഷനിൽ പറഞ്ഞു തരണം. NSO രൂപീകൃതമായ വർഷം നമുക്ക് എന്താണ് ഈ ഒരു പേരുമായി NSOയുമായി ബന്ധപ്പെട്ട് നമുക്ക് ശാസ്ത്രത്തിന്റെ പേര് ഓൾറെഡി നമുക്ക് പഠിക്കാനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പൊ സാമ്പത്തിക സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ധർമ്മം എന്ന് പറയുന്നത്. സോ NSO രൂപീകൃതമായ വർഷം ഇയർ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ എനിക്ക് കമന്റിൽ പറഞ്ഞു തരിക, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. അത് താഴെ പറയുന്നവയിൽ ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തതാണ്? അപ്പൊ മത്സ്യബന്ധനം എന്താണ്? പ്രാഥമിക മേഖലയിൽ വിടുന്നതാണ്. നമുക്കറിയാം അല്ലെ, മത്സ്യബന്ധനം പ്രാഥമിക മേഖലയിൽ വിടുന്നതാണ്. കന്നുകാലി വളർത്തലും പ്രാഥമിക മേഖലയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്? പ്രാഥമിക മേഖലയിലാണോ? അല്ല, അല്ലെ, കൃഷി പ്രാഥമിക മേഖലയിലാണ്. അപ്പൊ താഴെ പറഞ്ഞതിൽ ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ C ആണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതല്ല. പക്ഷെ മത്സ്യബന്ധനം ആയിക്കോട്ടെ, കന്നുകാലി വളർത്തൽ ആയിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, എന്താണ്? പ്രാഥമിക മേഖലയിൽ പെടുന്നതാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, അടുത്തത് സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖലയുടെ പ്രധാന സവിശേഷത എന്താണ് എന്നാണ്. പ്രകൃതി വിഭവങ്ങളുടെ നേരിട്ടുള്ള ഉപയോഗം അത് ദ്വിതീയ മേഖലയാണോ? അല്ല, അല്ലെ, അത് പ്രാഥമിക മേഖലയാണ്. നമുക്കറിയാം. സേവനങ്ങളുടെ ഉത്പാദനം ഏതാണ്? നമ്മുടെ സേവന മേഖലയാണ്. വിവര സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഏതാണ്? സേവന മേഖലയാണ്. ഉൽപാദന വസ്തുക്കളുടെ രൂപമാറ്റമാണ് ഇത് എവിടെ നടക്കുന്നത്? സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖലയിൽ നടക്കുന്നത്. ഓക്കെ, സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖലയിൽ നടക്കുന്നതാണ് ഉൽപാദന വസ്തുക്കളുടെ രൂപമാറ്റമാണ്. ഓപ്ഷൻ D ആണ് ആൻസർ ആയിട്ട് വരിക. ഉൽപാദന വസ്തുക്കളുടെ രൂപമാറ്റമാണ് ഇത് സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖലയിൽ നടക്കുന്നത്. ഓക്കെ, അതായത് താഴെ പറയുന്നതിൽ ഏതാണ് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്? നമുക്കറിയാം തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്ഷൻ A ഖനനം എന്തായാലും അല്ല, വനപരിപാലനമല്ല, തോട്ടകൃഷിയല്ല. ഓപ്ഷൻ B ബാങ്കിങ് ആണ്. ഓക്കെ, താഴെ പറയുന്നതിൽ ഏതാണ് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്? ഓപ്ഷൻ B ബാങ്കിങ് ആണ് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്ന ക്വസ്റ്റ്യനാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ നമുക്ക് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെ, അത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇതാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ സാധിക്കുന്നു. ശരിയായ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്തുന്നതിന് സഹായിക്കുന്നു, അതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. വിവിധ മേഖലകൾ എത്രമാത്രം നമ്മുടെ ദേശീയ വരുമാനത്തിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഏതാണ്? ദേശീയ വരുമാനം കണക്കാക്കുന്നതിലൂടെയാണ്.
അടുത്തത് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നു. ഓക്കെ, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നു. സോ ഓപ്ഷൻ ഡി ആണ് ഇത് ശരിയായിട്ടുള്ളത്. മുകളിൽ നൽകിയിട്ടവരെല്ലാം എന്താണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, താഴെ നൽകിക്കുന്ന പ്രസ്താവന ശരിയായത് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാൻ സഹായിക്കുന്നു, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്താൻ സഹായിക്കുന്നു, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കുന്നു. മുകളിൽ നൽകിയിട്ടെല്ലാം ആൻസർ ആണ് ഇത്. അതെല്ലാം തന്നെ ആൻസർ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. അടുത്തത് താഴെ നൽകിയിരിക്കുന്നവയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് നമുക്കറിയാം. ഈ പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, അത് മൂന്നും എന്താണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്ന രീതിയാണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ദേശീയ വരുമാനം? അപ്പൊ ഓക്കെ, താഴെ നൽകിയിരിക്കും ദേശീയ വരുമാനം. അപ്പൊ ഈ നമ്മുടെ ഉൽപാദന രീതി ആവട്ടെ, വരുമാന രീതി ആവട്ടെ, ചെലവ് രീതി ആവട്ടെ, അത് മൂന്നും എന്താണ് നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്ന ഒരു മെത്തേഡാണ്, കണക്കാക്കപ്പെടുന്ന രീതിയാണ്. ഇത് മൂന്നും അതെന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതാണ്. അപ്പൊ നമുക്ക് വലിയ രീതിയിൽ ഇതിനെ പഠിക്കാനുള്ളത് ഇത് എങ്ങനെയാണ് ഇപ്പൊ ടോട്ടൽ ഇൻകം ഉപയോഗിച്ചാണ് വരുമാന രീതി മീൻസ് വരുമാനം കണക്കാക്കപ്പെടുന്നത്, അതിൽ ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നത്. ടോട്ടൽ ചെലവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് എത്രമാത്രം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയാണ് മൂന്ന് രീതികൾ വരുന്നത്. വ്യാപാര രീതി അല്ലെങ്കിൽ ട്രേഡ് മെത്തേഡ് എന്ന് പറയുന്ന രീതിയില്ല. മൂന്ന് രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദേശീയ വരുമാനം സാധാരണയായി കണക്കാക്കപ്പെടുന്നത്. ഉൽപാദന രീതി, വരുമാന രീതി, ചെലവ് രീതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉൽപാദന രീതി പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന ക്വസ്റ്റ്യൻ ആണ്. അത് ഉൽപാദന ഘടകങ്ങളുടെ പ്രതിഫലങ്ങൾ അടിസ്ഥാനമാക്കിയാണോ? അല്ലെ, ഉൽപാദന ഘടകങ്ങളുടെ പ്രതിഫലങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടല്ല. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് അടിസ്ഥാനമാക്കിയിട്ടല്ലോ, അല്ല. അത് പ്രൊഡക്റ്റ് മെത്തേഡ്. ഉൽപാദന രീതി എന്ന് പറയുന്നത് ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും വ്യത്യാസം അടിസ്ഥാനമാക്കിയിട്ടുള്ളതല്ല. എങ്ങനെയാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യം അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് വരുന്നത്. പ്രൊഡക്റ്റ് മെത്തേഡ് എത്രമാത്രം ഉൽപ്പാദിപ്പിച്ചു എന്നതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് വരുന്നത്. പ്രൊഡക്റ്റ് രീതി അല്ലെങ്കിൽ ഉൽപാദന രീതി പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യം അടിസ്ഥാനമാക്കിയിട്ടാണ് ഉൽപാദന രീതി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുന്ന കാര്യം ഓർമ്മിക്കുക. അടുത്തത് ചെലവ് രീതി എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതാണ് പരിഗണിക്കുന്നതെന്നാണ്. അപ്പൊ നമുക്കറിയാം ഉപഭോഗ ചെലവാണോ അത് നിക്ഷേപ ചെലവാണോ സർക്കാർ ചെലവാണോ? അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഈ മൂന്നും എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ചെലവ് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ചെലവ് രീതി അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, ഈ മൂന്ന് കാര്യം എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ഏതാണ് മുകളിൽ നൽകിയിട്ടുള്ളവയെല്ലാം എന്നാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഈ മൂന്ന് എക്സ്പെൻഡിച്ചറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരാനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആഡ് ചെയ്യപ്പെടാത്തത് എന്ന ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുകളിൽ നൽകിയിട്ടുള്ളവയെല്ലാം എന്നത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അടുത്ത ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ്. ഒരു വർഷത്തെ മൊത്തം ജനസംഖ്യ, ഒരു വർഷത്തെ മൊത്തം കയറ്റുമതി, ഒരു വർഷത്തെ മൊത്തം ഇറക്കുമതി. ഇതൊന്നും അല്ല നമുക്കറിയാം. പണ്ട് മുതലേ നമ്മൾ എന്താണ് ദേശീയ വരുമാനം എന്താണ് അല്ലെങ്കിൽ കണക്കാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിക്കാറുണ്ട്. ഒരു വർഷത്തെ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് നമ്മൾ എന്തായി കണക്കാക്കപ്പെടുന്നത് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വർഷത്തെ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം. ഓക്കെ, ഒരു വർഷത്തെ മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് എന്ത് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. ഓക്കെ, ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏത് മാസത്തിലാണ്? നമുക്ക് അറിയാം സാമ്പത്തിക വർഷമാണ് സാധാരണ വർഷമാണെങ്കിൽ ജനുവരി മുതൽ ഡിസംബർ വരെയാണ്. പക്ഷെ ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏത് മാസത്തിലാണെന്ന് വെച്ചതാണ് ഏപ്രിൽ 1 ആണ്. ഏപ്രിൽ 1 ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏത് മാസത്തിലാണ്? ഏപ്രിൽ 1. അത് ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അത് ഇടനില വസ്തുക്കളാണോ, അസംസ്കൃത വസ്തുക്കളാണോ, അന്തിമ സാധനങ്ങളാണോ, മൂലധന വസ്തുക്കൾ എന്നാണോ? അപ്പൊ ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, നേരിട്ട് ഉപഭോഗ വസ്തു ഉപയോഗിക്കുന്ന നമ്മൾ എന്ത് വിളിക്കും? അന്തിമ സാധനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഉൽപാദന പ്രക്രിയയിൽ അതിനെ തരത്തിലുള്ള രൂപമാറ്റം വരുത്തേണ്ടതില്ല. മറിച്ച് എന്താണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം കൺസം ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരം വസ്തുക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നു? അന്തിമ സാധനങ്ങൾ എന്നാണ് വിളിക്കുക. ഓപ്ഷൻ സി ആണ് വരിക. അന്തിമ സാധനങ്ങൾ എന്നാണ് പറയുന്നത്. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ്. ഓപ്ഷൻ എ ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. നമുക്കറിയാം ദേശീയ വരുമാനത്തിൽ ഏറ്റവും സംഭാവന നൽകുന്നതാണ് തൃതീയ മേഖലയല്ല, അത് സേവന മേഖലയാണ് അല്ലെ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സെൻസസ് നമ്മുടെ റിപ്പോർട്ട് ബഡ്ജറ്റ് പ്രകാരം എന്താണ് സേവന മേഖലയാണ് ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത്. കാർഷിക മേഖലയാണ് ഇന്ത്യയിലെ ഏറ്റവും സേവന മേഖല. അപ്പൊ തൃതീയ മേഖല എന്ന് പറയുന്ന സേവന മേഖല ശരിയായിട്ടുള്ള ആൻസർ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ഈ ഒരു ഓപ്ഷൻ എന്താണ്
ഓക്കെ, ഈ ഒരു ഓപ്ഷൻ അതായത് ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ് എന്നത് ശരിയായിട്ടുള്ള ഓപ്ഷൻ അല്ലെ. കാരണം തൃതീയ മേഖല എന്ന് പറയുന്നത് സേവന മേഖല തന്നെയാണ്. അപ്പൊ ഇപ്പോഴത്തെ ബഡ്ജറ്റ് പ്രകാരം എന്താണ് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖല ഏതാണ് ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ശരിയായിട്ടുള്ള ആൻസർ ആണ് അല്ലെ. അപ്പൊ ഇത് ഓപ്ഷൻ ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താണ് തെറ്റായത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പൊ ഇതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കാർഷിക മേഖലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത്. കാർഷിക മേഖലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്. പക്ഷെ ഇപ്പോ കാർഷിക മേഖലയല്ല, ഇപ്പോൾ എന്താണ് സേവന മേഖലയാണ്. ഓക്കെ, നമ്മുടെ കാർഷിക മേഖലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ്. സേവന മേഖല എവിടെയാണ്? ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഏതാണ്? നമ്മുടെ സേവന മേഖലയാണ്. പക്ഷെ കാർഷിക മേഖലയാണ് തൊഴിൽ ഏറ്റവും കൂടുതൽ നൽകുന്ന ഏതാണ്? കാർഷിക മേഖലയാണ്. അപ്പൊ ഓപ്ഷൻ ബി എന്താണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. വ്യവസായ മേഖലയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ചോദിക്കുന്നത് അതും ശരിയായിട്ടാണ്. വ്യവസായ മേഖല ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രാജ്യത്തിന്റെ സാമ്പത്തിക വികസനം നടക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ ശരിയാണ്. അടുത്തത് പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. എന്താണല്ലേ, പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നം നമുക്ക് നേരിട്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും അല്ലെ. വേണമെങ്കിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ മത്സ്യ കൃഷിയൊക്കെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ ഒരു ഔട്ട്പുട്ട് നമ്മൾ ഡയറക്റ്റ് കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ദ്വിതീയ മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് ഉപയോഗിക്കുന്ന സാധനം, ഇവിടുന്ന് കിട്ടിയ ഔട്ട്പുട്ട് ദ്വിതീയ മേഖലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സാധനങ്ങളും ഉണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പ്രാഥമിക മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നം നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. പക്ഷെ തെറ്റാണ്. എന്താണ് സാധ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ തെറ്റായി ചോദിച്ചുകൊണ്ട് തന്നെ എന്താണ് ഇത് ശരി, ഇതാണ് ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഏതാണ്? തൃതീയ മേഖലയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വലിയ തൊഴിൽ ദാതാവ് എന്ന് വെച്ചാൽ അത് കാർഷിക മേഖലയാണ്. വ്യവസായ മേഖലയുടെ വളർച്ച രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. അതും എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അടുത്ത താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന ശരിയായി തിരഞ്ഞെടുക്കാനാണ്. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. ഏതാണ് അത് ശരിയായിട്ടുള്ള ആൻസർ ആണ് അല്ലെ. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. വ്യവസായവൽക്കരണം തൊഴിലില്ലായ്മ കുറയ്ക്കുന്നുണ്ട് അല്ലെ. വ്യവസായവൽക്കരണം തൊഴിലില്ലായ്മ കുറയ്ക്കുന്നുണ്ട്. സേവന മേഖലയുടെ വളർച്ച സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നു. സേവന മേഖലയുടെ വളർച്ച സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നത് എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ്. എന്താണ് അപ്പൊ താഴെ പ്രവർത്തനം ശരിയായതൊക്കെ ഇവയെല്ലാം തന്നെ എന്താണ് ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് വരിക. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു. വ്യവസായവൽക്കരണം എന്ത് ചെയ്യും, തൊഴിലില്ലായ്മ കുറയ്ക്കുന്നുണ്ട്. സേവന മേഖലയുടെ ഒരുപാട് വ്യവസായങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും. അതാണ് ഈ പറയുന്നത് വ്യവസായവൽക്കരണം തൊഴിലില്ലായ്മ കുറയ്ക്കുന്നുണ്ട്. സേവന മേഖലയുടെ വളർച്ച സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവയെല്ലാം എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ്. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവന തെറ്റായത് ഏതെന്നാണ്. ഓപ്ഷൻ ബി നോക്കുക. സ്വകാര്യ മേഖലയ്ക്ക് സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്കുണ്ട്. അത് ശരിയായിട്ടുള്ള ആൻസർ ആണ് അല്ലെ. സ്വകാര്യ മേഖലയ്ക്ക് സാമ്പത്തിക വികസനത്തിൽ പ്രധാന പങ്കുണ്ട്. അത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. നമ്മൾ ചോദിച്ചത് ഇവിടെ തെറ്റായ പറയാനാണ്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. പൊതുമേഖലയുടെ സാന്നിധ്യം രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണ്. അതും ശരിയാണ് അല്ലെ. പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിന്റെ ഒരു സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് അനിവാര്യമാണ്. അതും ശരിയാണ്. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഏതാണ് ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കണോമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു മിക്സഡ് എക്കണോമിയാണ്. അപ്പൊ ഇതെന്താണ്, ഇതും ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ആൻസർ ആണ്. നമ്മൾ ചോദിച്ചത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ വായിച്ചു നോക്കാം. വിദേശ നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം എന്താണ് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ് വിദേശ നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ടല്ല മറിച്ച് അനുകൂലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാധിക്കുന്നത്. വിദേശ നിക്ഷേപം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായിട്ടുള്ള മറിച്ച് അനുകൂലമായിട്ടാണ് ബാധിക്കുന്നത്. സോ അതെന്താണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മീൻസ് അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഇവിടെ എ ആണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏതെന്നാണ്. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും ഒരേ കാര്യമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും എന്താണ് ഒരേ കാര്യമല്ല. ഓക്കെ, സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനം എന്താണ് ഒരേ കാര്യമല്ല. സാമ്പത്തിക വികസനം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. ഇവിടെ തന്നെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട്. സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അറിയാം, ഒരു രാജ്യത്തിന്റെ സാമ്പത്തികമായി വളർന്നു എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ GDP ഉയർന്നു എന്നാണ് നമ്മൾ പറയാം. അപ്പൊ സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതാണ് നമ്മൾ എന്താ പറയാ സാമ്പത്തിക വികസനം എന്ന് പറയാം. സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതാണ് നമ്മൾ എന്താ പറയാ സാമ്പത്തിക വികസനം എന്ന് പറയാം. ഓക്കെ, സാമ്പത്തിക വളർച്ച മാത്രം ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവ്, സാമ്പത്തിക വളർച്ച മാത്രം ഒരു രാജ്യത്തിന്റെ പുരോഗതി അളവ് പോലാണ് എന്ന് പറയുന്നത്. ഇവയെല്ലാം തെറ്റാണെന്ന് പറയുന്നത്. എന്താണ് ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻ ബി ആണ് വരിക. എന്താണ് സാമ്പത്തിക വികസനം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? സാമ്പത്തിക വളർച്ച മാത്രം ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവ് പോലാണോ? ഒരിക്കലും അല്ല അല്ലെ. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവുമാണ് എന്ത് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സാമ്പത്തിക വളർച്ച മാത്രമല്ല സാമ്പത്തിക വികസനം എന്താണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിയുടെ അളവുകോലാണ്. ഓക്കെ, ഇവയെല്ലാം തെറ്റാണെന്ന് പറയുന്നത് തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് വരിക. സാമ്പത്തിക വികസനം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ,
അടുത്തത് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നാണ്. തൃതീയ മേഖല ഏതാണ്? സേവന മേഖല നമുക്കറിയാം. ഒന്ന് കാർഷിക മേഖലയുടെ പുരോഗതി, അതെന്താണോ? ശരിയാണോ? അല്ല, അത് നമ്മുടെ എന്താണ് പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഇത് കാർഷിക മേഖലയുടെ പുരോഗതി എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. വ്യാവസായിക മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ദ്വിതീയ മേഖലയിൽ വരുന്നതാണ്. പ്രകൃതി വിഭവങ്ങളുടെ വർധനവ്, അതും പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഏതാണ്? ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ പുരോഗതിയാണ് എന്ന് പറയുന്നത് തൃതീയ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ പുരോഗതിയാണ് തൃതീയ എന്താണ് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. ഓക്കെ, മനുഷ്യ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ വിഭവത്തിന്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയാണ്. ഓക്കെ, മറ്റ് യന്ത്ര സാമഗ്രികളല്ല നിങ്ങൾക്ക് അറിയാം, പ്രകൃതി വിഭവങ്ങളല്ല അതും അറിയാം, പണം, സ്വർണം തുടങ്ങിയ സാമ്പത്തിക ആസ്തികളും എല്ലാം അറിയാം. എന്താണ്? മനുഷ്യ വിഭവത്തിന്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയാണ് എന്ന് പറയുന്നത് മനുഷ്യ മൂലധനം എന്ന് പറയുന്നത്. ഓക്കെ, മനുഷ്യ മൂലധനം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ വിഭവത്തിന്റെ അറിവുകൾ, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയാണ് എന്ത് പറയുന്നത് മനുഷ്യ മൂലധനം, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അറിവധിഷ്ഠിത സമ്പദ്ഘടന അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പഠിക്കുന്നുണ്ട്, മിക്സഡ് എക്കണോമി പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ പഠിക്കുന്ന വേറൊരു മീൻസ് നാലാമത്തെ ആയിട്ട് വരുന്നതാണ് ഇത് നോളജ് എക്കണോമി എന്ന് പറയുന്നത്. എന്താണ് നോളജ് എക്കണോമി? അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന സമ്പദ് വ്യവസ്ഥ. ഓക്കെ, നമുക്കറിയാം മനുഷ്യ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റലിന്റെ ഏറ്റവും വലിയ കഴിവ് എന്താണ്? നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണ് നമ്മൾ പഠിച്ചു? എന്താണ്? നമ്മളവിടെ അറിവുണ്ട്, കഴിവുണ്ട്. ഓക്കെ, അപ്പൊ അറിവും സാങ്കേതിക വിദ്യയും കൂടി ഫലപ്രദമായി കമ്പൈൻ ചെയ്യുന്ന, ഫലപ്രദമായി പ്രയോഗിക്കുന്ന സമ്പദ് വ്യവസ്ഥ എവിടെയുണ്ടോ അതാണ് നമ്മൾ എന്ത് പറയുന്നത് നോളജ് എക്കണോമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ചോദിക്കാൻ നല്ലൊരു ക്വസ്റ്റൻ ആണ്. നോളജ് എക്കണോമി അല്ലെങ്കിൽ അറിവധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത് നോളജ് എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അറിവധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അത് വ്യാവസായിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്ന അവസ്ഥയല്ല, കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുന്ന ആ സമ്പദ് വ്യവസ്ഥയല്ല, പ്രകൃതി വിഭവങ്ങളെ മാത്രം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയല്ല, മറിച്ച് എന്താണ്? അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുന്നത് അറിവധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം ഏത് എന്ന് വെച്ചാൽ കുറഞ്ഞ ജനസംഖ്യയോ കുറഞ്ഞ വിദേശ ഭാഷ പരിജ്ഞാനമോ കാർഷിക മേഖലയുടെ മാത്രം വളർച്ചയല്ല, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ചയാണ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ചയാണ്. ഓക്കെ, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ചയാണ് ഇന്ത്യയുടെ അറിവധിഷ്ഠിത മേഖലയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 2022-23 കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത മേഖല ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഏതാണത്? സേവന മേഖലയാണ്. 2022-23 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. അപ്പൊ നമുക്കറിയാം പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് കൊടുക്കുന്നത്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മീൻസ് ലേറ്റസ്റ്റ് ആയിട്ട് പഠിക്കണം. ലേറ്റസ്റ്റ് ആയാലും എന്താണ് വ്യത്യാസമൊന്നുമില്ല, സേവന മേഖല തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 2022-23 കാലയളവിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത മേഖല ഏതാണ്? അത് ഓപ്ഷൻ ഡി സേവന മേഖലയാണ്. ഓക്കെ, അത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായി തിരഞ്ഞെടുക്കാനാണ്. അപ്പോ ഓപ്ഷൻ നമുക്ക് ശരിയായത് മാത്രം വായിച്ചാൽ മതി. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതെന്താ നോക്കാം. സംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിലും ഉയർന്ന ശമ്പളവും ലഭിക്കുന്നു. ഓക്കെ, നമുക്കറിയാം സംഘടിത മേഖലകളിൽ തൊഴിലാളിക്ക് എന്ത് ചെയ്യുന്നു? സ്ഥിരമായിട്ട് തൊഴിലും ഉയർന്ന ശമ്പളവും ലഭിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. മറ്റു പ്രസ്താവന എന്താണ് തെറ്റായിട്ടുള്ളത്? അസംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷയും സ്ഥിരമായ വരുമാനം ഉറപ്പാണ് എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല, അല്ലെ? ഒരിക്കലും ഒരു അസംഘടിത മേഖലകളിൽ തൊഴിലാളികൾക്ക് എന്തുണ്ടാവില്ല? തൊഴിൽ സുരക്ഷയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനം ഉണ്ടാവില്ല. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. സംഘടിത മേഖലയിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് പറയുന്നത് തെറ്റാണല്ലോ. നമുക്കറിയാം എന്താണ് സംഘടിത മേഖല എന്താണ്? രജിസ്ട്രേഷൻ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഓക്കെ, അത് അസംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളത് സംഘടിതമാക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കുക, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യവും സുരക്ഷയും സ്ഥിരമായിട്ടുള്ള വരുമാനം ലഭിക്കുകയാണ് നമ്മൾ എന്ത് സംഘടിത മേഖലയിലേക്ക് മാറുന്നത്, തൊഴിലാളികൾ മാറുന്നത്. സോ അസംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഓപ്ഷൻ ഏതാണ് അപ്പോൾ കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ ആണ് വരിക. സംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് സ്ഥിരമായിട്ടുള്ള തൊഴിലും ഉയർന്ന ശമ്പളവും ലഭിക്കുന്നതിനാണെന്ന് പറയാം. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ തിരഞ്ഞെടുക്കാനാണ്. സംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനമാണ് ലഭിക്കുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, അല്ലെ? നമ്മൾ പറഞ്ഞത് തെറ്റായത് എടുക്കാനാണ്. പക്ഷെ അസംഘടിത മേഖലകളിൽ അതായത് മീൻസ്
അസംഘടിത മേഖല, അതായത് എന്താണ് ഒരു യൂണിയനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തൊഴിലാളികളെ വിഭജിച്ച് കിടക്കുകയാണ്, ഒരു സംഘടിതമല്ല, ആ മേഖലകളിൽ എന്താണ് അവർക്ക് കുറഞ്ഞ വേതനമാണ് ലഭിക്കുന്നത്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സംഘടിത മേഖലയിൽ തൊഴിലാളികൾക്ക് നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കുന്നുണ്ട്, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അസംഘടിത മേഖലയിൽ തൊഴിൽ സമയം കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ? ഒരിക്കലും പാലിക്കപ്പെടുന്നില്ല, ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്തത് ആൻസർ കണ്ടെത്താൻ പറഞ്ഞത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. സംഘടിത മേഖലയിൽ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുന്നു, അതും ശരിയാണ്. സംഘടിത മേഖലയിൽ കൃത്യമായിട്ട് തൊഴിൽ സുരക്ഷ ഉണ്ട്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വേണ്ട, നമുക്ക് നോക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായി തിരഞ്ഞെടുക്കാനാണ്. അസംഘടിത മേഖലയിൽ തൊഴിൽ ചൂഷണം ചെയ്യുന്നവർ മീൻസ് അസംഘടിത മേഖലയിൽ തൊഴിൽ ചൂഷണം ചെയ്യുന്നവർ അസംഘടിത മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ പലപ്പോഴും പ്രയാസങ്ങൾ നേരിടുന്നു, അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അസംഘടിത മേഖലയുടെ ഉന്നമനം സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടങ്ങൾ നൽകും. അസംഘടിത മേഖലയുടെ ഉന്നമനം സമ്പദ് വ്യവസ്ഥ നേട്ടങ്ങൾ നൽകും, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചിലപ്പോൾ വരാം. സാമൂഹ്യ സുരക്ഷാ കോഡ് 2020 ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആരുടെ സേവനവുമായി ആരുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് സ്ഥിരമായ തൊഴിൽ സുരക്ഷ ആവശ്യമില്ല എന്ന് പറയുന്നത്. ഗിഗ് പ്ലാറ്റ്ഫോമിൽ തൊഴിലാളികൾക്ക് സ്ഥിരമായിട്ടുള്ള തൊഴിൽ സുരക്ഷ ആവശ്യമില്ല എന്നുള്ളത്, അതാണ് ഇവിടെ നേരത്തെ തെറ്റായിട്ടുള്ള പ്രസ്താവനയുണ്ട്, അത് ഓപ്ഷൻ ഡി തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. മറ്റ് എ ബി സി എന്താണ് ശരിയായിട്ടുള്ളതാണ്. നമ്മൾ ചോദിച്ചത് കണ്ടുപിടിക്കാൻ എന്താണ് തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തത് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം ഏത് വർഷത്തിലാണ് പാസ്സാക്കിയത്? 2008 ഓക്കെ, അപ്പം അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയത് ഏത് വർഷത്തിലാണ്? 2008. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം എന്തിനാണ് ലക്ഷ്യമിടുന്നത് വെച്ചാൽ എന്താണ്? തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനാണ് എന്തിന് ലക്ഷ്യമിടുന്നത്? സാമൂഹ്യ സുരക്ഷാ നിയമം. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം ലക്ഷ്യമിടുന്നത് എന്താണ്? തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ. തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനാണ് എന്ത് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം ലക്ഷ്യമിടുന്നത്. ഓക്കെ, അടുത്തത് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം പ്രകാരം പദ്ധതികൾ രൂപീകരിക്കാൻ ആർക്കാണ് അധികാരം നൽകുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ്. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം പ്രകാരം പദ്ധതികൾ രൂപീകരിക്കാൻ ആർക്കാണ് അധികാരം നൽകുന്നത് വെച്ചാൽ അതാണ് ഓപ്ഷൻ ബി ആണ് വരിക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം പ്രകാരം പദ്ധതികൾ രൂപീകരിക്കാൻ അധികാരം നൽകുന്നത്. ഓക്കെ, അടുത്തത് അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമം താഴെ പറയുന്നതിൽ എന്താണ് ലക്ഷ്യമിടുന്നതാണ് ചോദിക്കുന്നത്? തൊഴിലാളികളുടെ വിദ്യാഭ്യാസം, പാർപ്പിടം, തൊഴിലാളികളുടെ വാർദ്ധക്യകാല സംരക്ഷണം. അപ്പൊ മൂന്നും എന്ത് ചെയ്യുന്നുണ്ട്? ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, തൊഴിലാളികളുടെ വിദ്യാഭ്യാസമുണ്ട്, പാർപ്പിടമുണ്ട്, തൊഴിലാളികളുടെ വാർദ്ധക്യകാല സംരക്ഷണമുണ്ട്. ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം എന്നാണ് ആൻസർ ആയിട്ട് വരിക. അസംഘടിത സാമൂഹ്യ സുരക്ഷാ നിയമം താഴെ പറയുന്നതിൽ എന്താണ് 2008 വരുന്നത് നമുക്ക് പറഞ്ഞു. തൊഴിലാളികളുടെ വിദ്യാഭ്യാസം, പാർപ്പിടം, വാർദ്ധക്യകാല സംരക്ഷണം ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓൾറെഡി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നല്ലൊരു റിവിഷൻ ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളിപ്പോ വായിച്ചിട്ടുള്ളവരെ തന്നെ അറിയാൻ പറ്റും. ഇത് ഒന്നും വായിച്ചിട്ടുള്ള ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞിരിക്കുന്ന വലിയ വിഷമമുള്ള ചാപ്റ്റേഴ്സ് ഒന്നും അല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് ചെറിയ ലോജിക് തന്നെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരം എന്താണ് ക്വസ്റ്റ്യൻസ് ഒരിക്കലും SCRT ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് SCRT ആണ്, വിഷമമാണ്, ഞാൻ നോക്കിയിട്ടില്ല എന്നുകൊണ്ട് പുതിയ SCRT ഞാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് മുന്നേറാൻ തന്നെ ശ്രമിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ 6ാമത്തെ ചാപ്റ്റർ ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരാം. എന്തായാലും നമുക്ക് എക്സാമിന് മുമ്പ് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് തീർക്കാം. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്കോളിൽ നമ്പർ നമ്മളെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും പച്ചവടം എഡ്യൂക്കേഷൻ ടീം നിങ്ങളെ സഹായിക്കാനുണ്ടാവും. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ. താങ്ക് യു.